ഷെയ്ൻ നിഗം സാറാണ് വന്നിരിക്കുന്നത്. ഹൗ ആർ യു സർ? വെരി ഗുഡ്, താങ്ക് യു. എന്താ ഇങ്ങനെ കണ്ണാടിയൊക്കെ ഇട്ട് ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ വന്നിട്ടില്ലേ? പവർ ക്ലാസ് ആണ്. പവർ ക്ലാസ്. സോ ഇന്ന് ഐഫ ഉത്സവം അബുദാബിയിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ്. സോ ഹൗ ആർ യു ഫീലിംഗ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഓ നൈസ്. നമ്മൾ ചെറുപ്പം മുതൽ ഇത് ചാനലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ബോളിവുഡിലാണെങ്കിലും ഐഫ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അത്രയും വാല്യൂബിൾ ആണ്. അപ്പോൾ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇന്ന് പെർഫോമും ചെയ്യുന്നുണ്ട്. എന്താ ഒരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നു. സൂപ്പർ. സോ അടുത്ത വർഷം ആരുടെ കൂടെയെങ്കിലും ഒരു ഡ്രീം കൊളാബറേഷൻ അങ്ങനെ എനി ഇൻഡസ്ട്രി ഐഫ ആയതുകൊണ്ട് തമിഴ് തെലുഗു എല്ലാം ഉണ്ടല്ലോ. സോ ഏതെങ്കിലും ഒരു ഡ്രീം കൊളാബറേഷൻ ആരായിരിക്കും? എനി ഡയറക്ടർ, ഹീറോ എന്തെങ്കിലും നമ്മളിവിടെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് അടുത്ത വർഷം ഐഫയിൽ അത് നടക്കും. അങ്ങനെ നടക്കും ആണോ? എന്നാ ശരി, എസ് രാജമൗലി കുറവാക്കുന്നത്. എസ് രാജമൗലി സാർ. താങ്ക് യു. അതും സാറുടെ നീല നിലവേ സോങ് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. സോ അതിനെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതെ, RDX ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലൊരു റീച്ച് എനിക്ക് തന്നത്. ഈവൻ തമിഴ്നാട്ടിൽ ഒരുപാട് പേര്, ഞാനിപ്പോൾ ഈ ഒരു സിനിമ ചെയ്തു, മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമ ഡയറക്റ്റ് ചെയ്തു ആഫ്റ്റർ RDX. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പോകുമ്പോൾ പലരുടെയും റിംഗ് ടോൺ പോലും അവിടെ നീല നിലവയാണ്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം.